പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ കഞ്ചാവ് ചെടിയിൽ വളർത്തിയതായി അന്വേഷണ റിപ്പോർട്ട്. ഗ്രോ ബാഗിലാണ് കഞ്ചാവ് ചെടികൾ വളർത്തിയത്. സ്റ്റേഷൻ റെസ്ക്യൂവർ അജേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സാംകെ സാമുൽ എന്നിവർ ചേർന്ന് ചെടികൾ വളർത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിഷയത്തിൽ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കോട്ടയം DFOയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. 6 മാസം മുൻപാണ് സംഭവം ഉണ്ടായതെന്നും അന്വേഷണത്തിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് വെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? കിളുത്ത് വന്ന എത്ര എണ്ണം വെച്ച്? 13 വെച്ചോ? 40 വെച്ച്. എത്ര വലിപ്പത്തിൽ വെച്ചു? ഇപ്പം അതുണ്ടോ അവിടെ? എന്താ ചെയ്തത്? ഡെപ്യൂട്ടി അറിഞ്ഞെന്നാ? എത്ര ദിവസമായി ഇപ്പോൾ അത് പറിച്ച് കളഞ്ഞിട്ട്? 3 ദിവസം. എത്ര നാളത്തെ വളർച്ചയുണ്ടായിരുന്നു? 3 ആഴ്ചയിലത്തെ വളർച്ച. തൈ എവിടെ നിന്ന് കിട്ടി? എന്താ കൂട്ടുകാരന്? അവൻ്റെ പേരെന്തോ? എന്താ പേരെന്തോ? മുബിൻ. എവിടുത്തുകാരനാ? വീടിനടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേഷനിൽ ഒരെണ്ണം പോലും ഇല്ല. സ്റ്റേഷനിൽ ആർക്കൊക്കെ അറിയാം ഈ തൈ വെച്ചത്? പറിച്ചു കളഞ്ഞ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് അവിടെ? പിന്നെ വേറെ ആരൊക്കെ സ്റ്റേഷനിലെല്ലാം? ബാക്കി എല്ലാവർക്കും അറിയാമോ ഈ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്? ഇപ്പോൾ എല്ലാവരും അറിഞ്ഞോ? ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല. കെ അഖിൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അഖിൽ, ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ ഫോറസ്റ്റ് ഓഫീസിൽ കഞ്ചാവ് ചെടി ഗ്രോ ബാഗിൽ വളർത്തിയത്? മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണല്ലോ കഞ്ചാവ് വേട്ടയ്ക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടത്. രേഷ്മ, എന്തിനാണ് ഇത്തരത്തിൽ കഞ്ചാവ് ചെടി വളർത്തിയത് എന്നുള്ള മറുപടി പറയേണ്ടത് ആ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണമോ യാതൊന്നും തന്നെ നമുക്ക് ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല. ഈ പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലെ നമ്മൾ ഈ നിൽക്കുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഭാഗത്ത് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു പഴയ കെട്ടിടമുണ്ട്. ഈ ഉപയോഗശൂന്യമായ ഈ പഴയ കെട്ടിടത്തിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടാണ് ഇത്തരത്തിൽ 40ഓളം കഞ്ചാവ് ചെടികൾ ഗ്രോ ബാഗുകൾ വളർത്തിയത് എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ റേഞ്ച് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇതിൻ്റെ ഈ പിറകുവശത്ത് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ ഈ കാണുന്ന ഈ പഴയ കെട്ടിടത്തിൻ്റെ ഈ പിറകുവശത്ത് ആയിട്ടാണ് ഏകദേശം ഈ കാണുന്ന ഭാഗത്ത് അവിടെ ഈ ചില സാധനങ്ങൾ അതായത് കത്തിച്ച് കരിച്ചതായിട്ടുള്ള പാടുകളുമുണ്ട്. അവിടെയാണ് വെച്ചതെന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണ് ഉണ്ടായിരുന്നെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ റേഞ്ച് ഓഫീസർ ഇവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ നിന്നും റേഞ്ച് ഓഫീസർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കഞ്ചാവ് ചെടികൾ ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങൾ, ഗ്രോ ബാഗുകളുടെ അവശിഷ്ടങ്ങൾ അടക്കം ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ അജേഷും ഇവിടെയുള്ള സ്നേക്ക് റെസ്ക്യൂർ ആയിട്ടുള്ള അജേഷും ഒപ്പം തന്നെ ബീറ്റ് ഫോറസ്റ്റ് ആയിട്ടുള്ള സാമും ചേർന്നാണ് കഞ്ചാവ് ചെടികൾ നട്ടതെന്ന് പറയുന്നു. ഈ അന്വേഷണം നടത്തുന്ന 16-ാം തീയതിക്ക് 2 ദിവസം മുമ്പ് ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ള അജയുടെ അറിവോടുകൂടി ഇവിടെയുള്ള കഞ്ചാവ് ചെടികൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ടേ നശിപ്പിച്ചു. ഈ സ്റ്റേഷനിലെ 3 വനിതാ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ അറിവ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ എത്രത്തോളം കൃത്യതയുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന അത്തരത്തിലൊരു സംഭവം ഇവിടെ ഇല്ല എന്നുള്ളത്. കാരണം ഈ കഞ്ചാവ് ചെടികൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചില ഫോട്ടോകൾ മാത്രമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. എന്തായാലും പക്ഷേ ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ തന്നെ വീഴ്ചയാണ്. ഈ കഞ്ചാവ് ചെടികൾ നശിപ്പിക്കേണ്ട അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. അല്പസമയം മുമ്പാണ് ഈ സ്ഥലത്തേക്ക് എത്തി, ഈ കഞ്ചാവ് ചെടികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തി ഈ എക്സൈസ് സംഘം, എരുമേലിയിൽ നിന്നുള്ള എക്സൈസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയത്. എരുമേലി കോട്ടയം ഡിവിഷന് കീഴിൽ വരുന്ന എരുമേലി റേഞ്ചിന് കീഴിലാണ് ഈ പ്ലാച്ചേരി സ്റ്റേഷൻ വരുന്നത്. ഈ പ്ലാച്ചേരി സ്റ്റേഷന് കീഴിലാണ് ഇത്തരത്തിൽ വളരെ കൃത്യവിലോപത്തിൽ അടക്കം വരുന്ന തരത്തിൽ ഈ 6 പേർക്കെതിരെ നടപടി. അതായത് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് മറച്ചുവെച്ച 3 വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം തന്നെ ഇതിലെ ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ള അജയ്ക്കെതിരെയും ഇത്
നട്ടു വളർത്തിയ അജേഷിനും റെസ്ക്യൂറായിട്ടുള്ള അജേഷിനും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റിലെ സമ ഈ 6 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവി, ഒപ്പം തന്നെ DFO, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കോട്ടയം തുടങ്ങി ഇവർക്കെല്ലാവർക്കും ഒരു പരാതി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഈ റേഞ്ച് ഓഫീസർ അന്വേഷണം നടത്തി സമർപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് ആ ചിത്രങ്ങളിൽ ഫോട്ടോകളിൽ കാണുന്ന ബാഗുകൾ അല്ലെങ്കിൽ കഞ്ചാവ് ചെടികൾ ഇരുന്നതായി പറയുന്നത് ഈ ഒരു ചുമരിനോട് ചേർന്നാണ്. അതിൽ ഈ കാണുന്ന ഒരു ചെടി കൃത്യമായി ഈ ഒരു കാണുന്ന ചെടി ആ ഒരു ഫോട്ടോയിലും കൃത്യമായി ഉണ്ട്. അതാണ് ഇവിടെ തന്നെയാണ് എന്ന് എക്സൈസ് സംഘത്തിനെയും ഒരു സംശയത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള സ്ഥിരീകരണത്തിലേക്കും എത്തിക്കാൻ സാധിക്കുന്നത്. പക്ഷേ എക്സൈസ് സംഘമായിക്കോട്ടെ റേഞ്ച് ഓഫീസർ ആയിക്കോട്ടെ അവരൊന്നും വന്ന് പരിശോധന നടത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന തൊട്ടപ്പുറത്ത് പിറകിലേക്കുള്ള ചതുപ്പ് ഭാഗത്തേക്ക് അത് നശിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് അജേഷ് ഈ റേഞ്ചറോട് മൊഴി നൽകിയിട്ടുള്ളത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന കൃത്യമായി അറിയുകയുള്ളൂ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണം നടത്തിയ റേഞ്ച് ഓഫീസർക്കെതിരെ ഈ പരാതിയിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന 3 വനിതാ ഉദ്യോഗസ്ഥരിൽ 2 വനിതാ ഉദ്യോഗസ്ഥർ ജോലി സ്ഥലത്തിൽ ജോലി സംബന്ധമായ പീഡനം നടത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, വൈരാഗ്യപരമായ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റേഞ്ചർ 19-ാം തീയതി ഇവിടെ നിന്നും സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട റേഞ്ചർ കൂടിയാണ് എന്നൊക്കെ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. രേഷ്മ. ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.